നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. രാസലഹരിക്കെതിരെ 0480 നടത്തുന്ന ക്യാമ്പയിനിൽ 24,000 കുടുംബങ്ങളാണ് പൂക്കളമിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഇത് URF വേൾഡ് റെക്കോർഡിലേക്ക് ഇടം പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വൈകിട്ട് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നടക്കും. അനുബന്ധമായി നടത്തിയ പൂക്കള മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. രാവിലെ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി, ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ്, സേവാഭാരതി ജില്ലാ സെക്രട്ടറി നളിൻ S മെനോൻ, SNDP യോഗം ഡയറക്ടർ KK ബിനു, PK പ്രസന്നൻ, തഹസിൽദാർ സിമീഷ് സാഹു, മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജിക്, U പ്രദീപ് മേനോൻ, റഷീദ് കാർളം, സോണിയഗിരി എന്നിവർ പ്രസംഗിച്ചു. 0480 എന്ന സംഘടന ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നാം നടപ്പാക്കുന്ന മധുരം ജീവിതം എന്ന ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായി കൈകോർത്തുകൊണ്ട് വളരെ സുസംഘടിതവും മനോഹരവുമായ നിലയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. 25,000-ഓളം പൂക്കളങ്ങളാണ് ലഹരി വിരുദ്ധ ആശയം മുൻനിർത്തിയുള്ള പൂക്കളങ്ങൾ തീർത്തിട്ടുള്ളത് ഇന്നത്തെ ദിവസം. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം വീരനാട്യം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. 25,000 വീടുകളിലും ഇരിങ്ങാലക്കുടയിലെ ജനസമൂഹത്തിലും ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹനീയമായ ആദർശ സുലഭിതമായ സന്ദേശം എത്തിക്കാൻ ഒരുമിച്ച് നിന്ന 0480 എല്ലാ കൂട്ടുകാരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇരിങ്ങാലക്കുട ഠാണാവിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആരംഭിച്ച ഓണച്ചന്ത ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ KA റിയാസുദ്ദീൻ, TK വർഗീസ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. സപ്ലൈകോ ചാലക്കുടി ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ പ്രിയ C സുന്ദർ സ്വാഗതവും റേഷനിംഗ് ഇൻസ്പെക്ടർ ബിനോജ് VG നന്ദിയും പറഞ്ഞു. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ കേരള സംസ്ഥാനത്ത് സർക്കാർ വളരെ കൃത്യതയോടെ ഉത്സവ അവസരങ്ങളിൽ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിനും കുറഞ്ഞ നിരക്കിൽ മിതവും ന്യായവുമായ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ എല്ലാ വർഷവും നമുക്കുള്ളതാണ്. ഓണക്കാലത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവകാല ചന്തകൾ ഏറ്റവും മികവോടെ സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എല്ലാ ഉത്സവകാലങ്ങളിലും ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതവും ന്യായവുമായ വിലയ്ക്ക് ലഭ്യമാകാൻ ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിലൂടെ നല്ല ഇടപെടൽ നടത്തുന്ന ഏറ്റവും മികവാർന്ന സിവിൽ സപ്ലൈസ് സംവിധാനമുള്ള രാജ്യത്തെ സംസ്ഥാനം എന്ന നിലയിലുള്ള കേരളത്തിൻ്റെ ഖ്യാതി നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഇത്തവണയും വളരെ മാതൃകാപരമായിട്ടാണ് സപ്ലൈകോ ഈ ഓണക്കാലത്ത് വിപണിയിൽ ഇടപെട്ടിട്ടുള്ളത്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ഏറ്റവും നല്ല നിലയിൽ വില കുറച്ച് വിൽക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ നിയോജക മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ഓണച്ചന്തകൾ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന NCCയുടെ തൽ സൈനിക ക്യാമ്പിലേക്ക് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ NCC കേഡറ്റായ ഫാത്തിമ നസ്റിനും NCCയുടെ സുപ്രധാന ക്യാമ്പുകളിലൊന്നായ തൽ സൈനിക ക്യാമ്പിലേക്കാണ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥിനി ഫാത്തിമ നസ്റിൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തൃശൂർ 7ാം കേരള ഗേൾസ് ബറ്റാലിയന്റെ NCC യൂണിറ്റാണ് സെന്റ് ജോസഫ് കോളേജിൽ. കടുത്ത നിരവധി മത്സരങ്ങളിലൂടെയാണ് ഒരു കേഡറ്റ് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ എത്തുന്നതെന്നും നസ്റിന്റെ നേട്ടം കലാലയത്തിന്റെ അഭിമാനമാണെന്നും കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി പറഞ്ഞു.
ഇരിങ്ങാലക്കുട കാട്ടൂർ സ്വദേശിയായ ഫാത്തിമ 3ാം വർഷ ആംഗലേയ ബിരുദ വിദ്യാർത്ഥിയാണ്. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ പ്രശസ്ത മിമിക്രി കലാകാരൻ പ്രദീപ് പുലാനി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഫാദർ ഇമ്മാനുവേൽ വട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, ഫാദർ ജിനോ കുഴിത്തൊട്ടിയിൽ, സിസ്റ്റർ ഓമന, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി, സ്റ്റാഫ് സെക്രട്ടറി ലിജി ജോസ്, പ്രോഗ്രാം കോർഡിനേറ്റർ രേഖ മോൾ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ മൈക്കിൾ സ്വാഗതവും സ്കൂൾ ഹെഡ് ബോയ് ആരോൺ ജോജു നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഫിറ്റ്നസ് പാർക്കിലെ സായാഹ്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു. സായാഹ്ന കൂട്ടായ്മ കോർഡിനേറ്റർ റോസ്ലി പോൾ തട്ടിൽ, കലാ ദേവദാസ്, അനിത മനോഹരൻ, ശൈലജ സുനിൽ, ലില്ലി തോമസ്, ഷൈനി വർഗീസ്, ബീന വർഗീസ്, അൽഫോൻസ ജോസ് എന്നിവർ പങ്കെടുത്തു. ഓണം നമുക്കറിയാം, എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ സമത്വമൊക്കെ വിളിച്ചോതുന്നൊരു ഉത്സവമാണ്. ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിലെ സായാഹ്ന കൂട്ടായ്മയിലെ ഒരു കൂട്ടമ്മച്ചിമാർ എന്നും വരുന്നുണ്ട്. ഫിറ്റ്നസ് പാർക്കിൽ അവരുടെ ആരോഗ്യമായ കാര്യങ്ങൾ, വ്യായാമം, എക്സസൈസൊക്കെ ചെയ്യുന്നതിനായിട്ട് വരുന്ന ഒരു കൂട്ടം നമ്മുടെ അമ്മച്ചിമാരാണ്. ഇവർ കാണുമ്പോൾ വളരെ ചെറുപ്പക്കാരിയാണെങ്കിൽ ഇവരെല്ലാവരും അമ്മച്ചിമാരാണ്. ഈ അമ്മച്ചിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു തിരുവാതിരക്കളിയാണ് ഇപ്പോൾ ഇവിടെ കളിച്ചത്. ഇവരതിന് ഒരാഴ്ചയായിട്ട് പതുക്കമായിട്ടൊന്ന് ഒരുങ്ങിയിരുന്നു. അതിന്ന് അവരുടെ ഓണാഘോഷമാണ്. ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് ഇപ്പോൾ ഒരു തിരുവാതിരക്കളി ഇന്ന് നമ്മുടെ ക്യാമ്പസിൻ്റെ നടുമുറ്റത്ത് ഇവർ ചെയ്തത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇവരുടെ ആരോഗ്യപരമായി ഫിറ്റ്നസ് പാർക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് ഇവരാണ്. അതിൻ്റെ തന്നെ ഒരു ആരോഗ്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കൂടുതൽ അത് യുവത്വത്തിലേക്ക് ഇവർ കടന്നു വരികയാണ്. ചെറുപ്പമാണെന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യണം, നമുക്കൊരു പുതിയ തിരുവാതിരക്കളി കളിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ സ്ലോവില് വെക്കേഷൻ തൊട്ട് തുടങ്ങിയതാണ്. എന്നാലും ഇപ്പോൾ ശരിയാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ ആ വെക്കേഷനിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. എന്നാലും എല്ലാവരും കളിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ കായിക കിരീടം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്. തുടർച്ചയായ 9ാം തവണയാണ് ക്രൈസ്റ്റ് കോളേജ് കിരീടം സ്വന്തമാക്കുന്നത്. 2981 പോയിന്റോടെയാണ് ക്രൈസ്റ്റ് കോളേജ് ജേതാക്കളാവുന്നത്. ആരോഗ്യമുള്ള ഒരു യുവതിയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കോളേജ് മാനേജ്മെന്റിന്റെയും പരിശീലകരുടെയും വിദ്യാർത്ഥികളുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമമാണ് ക്രൈസ്റ്റ് കോളേജിനെ കായിക രംഗത്ത് തുടർച്ചയായി 1ാം സ്ഥാനത്ത് നിർത്തുന്നത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ 5 ടീമുകൾ ക്രൈസ്റ്റ് കോളേജിൽ പരിശീലിക്കുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പിന്തുണയും പരിശീലകരുടെയും കായിക താരങ്ങളുടെയും ചിട്ടയായ പരിശീലനവും പ്രകടനവും ക്രൈസ്റ്റ് കോളേജിന്റെ വിജയത്തിന് പിന്നിലുണ്ട്. ദീർഘകാലം ക്രൈസ്റ്റ് കോളേജിൽ കായിക അധ്യാപകനും ഇപ്പോൾ മാനേജറുമായ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിലിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തന ഫലവുമാണ് കായിക രംഗത്തുള്ള ക്രൈസ്റ്റിന്റെ വളർച്ച. സർവകലാശാല തലങ്ങളിലുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനത്തോടൊപ്പം ദേശീയ അന്തർദേശീയ തലങ്ങളിലുള്ള വിജയങ്ങളും ക്രൈസ്റ്റിന്റെ വിജയത്തിൽ നിർണായകമായി. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനിൽ നിന്നും മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിലും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കിരീടം ഏറ്റുവാങ്ങി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.